നമുക്ക് യങ് ജനറേഷനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഈ പഴയ തലമുറയിലുള്ളവരും കുഴപ്പമില്ല. എന്നെയും ഞാൻ സിനിമാ മേഖലയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ചില സ്കൂളുകളിലെ മാനേജ്മെൻറ്റും എന്നെ വിളിച്ചിട്ടേ അതെ സ്കൂളിൻ്റെ ഒരു ആനുവൽ പരിപാടിയാണ്, ഒരു നടനെ വേണം അല്ലെങ്കിൽ ഒരു നടിയെ വേണം എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞ ഒരു കടയുടെ ഉദ്ഘാടനം ഒക്കെ ആണെങ്കിൽ നമുക്ക് ആൾക്കൂട്ടമൊക്കെ ആവശ്യമാണ്. അപ്പം അത്രയും പോപ്പുലറായ സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവരാം. പക്ഷേ ഒരു സ്കൂളിൻ്റെ പരിപാടിക്ക് എന്തിനാണ് നമുക്കൊരു അവിടെ നമ്മൾ സമൂഹത്തിൽ മാതൃക കാണിച്ച എത്രയോ ആളുകൾ, സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളോ അങ്ങനെയുള്ളവരെ വേണം കൊണ്ടുവരാൻ. പിള്ളേർക്ക് അവിടെ കണ്ട് ആഘോഷിക്കാനോ സെൽഫി എടുക്കാനോ ഒന്നും താല്പര്യമില്ലായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവരാണ് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഈ വരുന്നവർ മറ്റേ തല്ലുമാല എന്ന ഫിലിമിൽ ഇതുപോലെ ഉണ്ട്, തന്ത വൈബ് കാണിച്ച് കണ്ടവർക്കറിയാം. സ്റ്റേജിൽ കൊണ്ടുവരുന്ന സെയിം സംഗതി തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇവർ വിചാരിക്കുന്നത് ഞാനെല്ലാം ആയി, 2 വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ എന്താ ഫേമസ് ആയി. അവരും അവരുടെ കഴിവും അവരുടെ പൊട്ടൻഷ്യലും അവർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഈ മുതിർന്നവരും ഇതൊക്കെ പോപ്പുലാരിറ്റിയുടെ പുറകെ മാത്രം പോകാതെ വർത്ത് എന്താണെന്ന് കണ്ടെത്തുക, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.